Hello. Hello. Okay. Hello, dears. Good evening, everybody. Hello. Hello. എനിവേ, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ, നിങ്ങളുടെ ബാലുശ്ശേരി കോൺസ്റ്റിറ്റ്യുവൻസിയുടെ ഏറ്റവും വലിയ പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കുറേ ഗസ്റ്റുമാർ വന്ന് അവരുടെ രാഷ്ട്രീയങ്ങൾ, പലതരത്തിലുള്ള വീക്ഷണങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടാവും. നിങ്ങളുടെ മുമ്പിൽ ഞാൻ സംസാരിക്കുന്ന വിഷയം രാഷ്ട്രീയമാണ്. ഞാൻ താഴെയിറങ്ങല്ലേ, കുറച്ചുകൂടെ നല്ല കംഫർട്ടബിൾ. ആവശ്യത്തിലധികം ഹൈറ്റുള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഓക്കെ. എനിവേ മക്കളെ, നിങ്ങളെല്ലാവരും പഠിക്കുന്ന കുട്ടികളൊക്കെ ആയിരിക്കും. പഠിക്കുന്ന വലിയ വലിയ സ്ഥാനത്തുള്ളവരും സ്കൂളും ഡിഗ്രിയും ഒക്കെ പഠിക്കുന്നവരുണ്ടാവും. ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാവും അല്ലേ? നിങ്ങളൊക്കെ പലതരം ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൊക്കെ ക്ലാസ് കേൾക്കുന്നവരൊക്കെ ആയിരിക്കും. ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട വിഷയം, നിങ്ങളെല്ലാവരും ഇന്ന് വന്നിരിക്കുന്നത് MSF എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഞാൻ ആദ്യം എന്നെക്കുറിച്ച് പറയാം. എൻ്റെ ഡിഗ്രി മാത്തമാറ്റിക്സിലാണ്, എൻ്റെ PG മാത്തമാറ്റിക്സിലാണ്, എൻ്റെ BEd മാത്തമാറ്റിക്സിലാണ്. നിങ്ങൾ കേട്ടിട്ടുള്ള സൈലം പോലെയുള്ള ഓഫ്ലൈൻ പ്ലാറ്റ്ഫോമിൻ്റെ JEയുടെ ഇൻ്റഗ്രേറ്റഡ് മാത്തമാറ്റിക്സിൻ്റെ ഫാക്കൽറ്റിയാണ് ഞാൻ. എന്നിട്ടും എന്തുകൊണ്ടാണ് ബാലുശ്ശേരി കോൺസ്റ്റിറ്റ്യുവൻസിൻ്റെ പരിപാടിക്ക് വന്നതെന്ന് ചോദിച്ചാൽ, പഠനവും പൈസയും ഒക്കെ ഞാൻ വാങ്ങുന്ന ഒരു പ്രൊഫഷനൊക്കെ അപ്പുറം ഞാനൊരു MSFകാരനാണ്. ഞാനൊരു MSFകാരനാണ്. എൻ്റെ രാഷ്ട്രീയം പറയാൻ ഞാൻ ഒരു മടിയും വിചാരിക്കണില്ല. ഏറ്റവും വലിയ പ്രൊഫഷണൽ പ്ലാറ്റ്ഫോമിൽ ആവശ്യത്തിലധികം സാലറി പാക്കേജും ജോലിയും വരുമാനവും ഒക്കെയുള്ള ഞാൻ എന്തുകൊണ്ടൊരു MSFകാരനായി എന്ന് നിങ്ങൾ ചോദിച്ചാൽ, ഞാൻ എൻ്റെ പഠനകാലത്ത് കണ്ട കേരളത്തിലെ ഏറ്റവും നല്ല മാനുഷിക മൂല്യമുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനം ആയതുകൊണ്ടാണ് ഞാൻ MSFനെ സ്നേഹത്തോടെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നത്. അപ്പം നിങ്ങൾ പറയും, ഇതൊരു കൊളാഷ് സെൻറ്റൻസ് അല്ലേ സാർ? അല്ലേ? എല്ലാവരും പറയണ പോലെ ഞാൻ ഡിഗ്രി പഠിച്ചത് KMO ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കൊടുവള്ളിയാണ്. എല്ലാവർക്കും അറിയുന്നത് പോലെ മുസ്ലിം ലീഗിൻ്റെ സമ്പന്നനായ കൊടുവള്ളിയുടെ നേതൃത്വം ഉണ്ടാക്കി വെച്ച യത്തീം മക്കൾക്ക് പഠിക്കാൻ ഉണ്ടാക്കി വെച്ച കോളേജിലാണ് ഞാൻ. യത്തീമായതുകൊണ്ടല്ല, അഫിലിയേറ്റഡ് ആയിട്ടുള്ള ക്യാമ്പസിലാണ് ഞാൻ എൻ്റെ ഡിഗ്രി പഠിച്ചത്. എൻ്റെ PG ഞാൻ പഠിച്ചത് മുഹമ്മദ് അബ്ദുറഹിമാൻ എന്ന് പറയുന്ന മഹാനായ മനുഷ്യൻ്റെ പേരിൽ മൈമനാജി എന്ന് പറയുന്ന വയലിൽ ഗ്രൂപ്പ് ഉണ്ടാക്കി MAMO കോളേജിലാണ് ഞാൻ എൻ്റെ ഡിഗ്രി PG പഠിച്ചത്. ഞാൻ എൻ്റെ BEd പഠിച്ചത് സിദി സാഹിബ് മെമ്മോറിയൽ SSM കോളേജ് നെല്ലിക്കാപറമ്പിലാണ്. ഇതെല്ലാം നിങ്ങൾക്കും എനിക്കും പിറകിൽ നിൽക്കുന്ന MSF എന്ന് പറയുന്ന വലിയ വിദ്യാർത്ഥി പ്രസ്ഥാനവും CH മുഹമ്മദ് കോയ എന്ന മഹാനായ മനുഷ്യൻ കണ്ട കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രിയും PGയും പഠിച്ച ഞാൻ എല്ലാ കാലത്തും ഈ പാർട്ടിയുടെ നേതൃത്വത്തോട് കൃതജ്ഞതയുള്ള മനുഷ്യനായിരിക്കണം എന്നതാണ് ആദ്യം തന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. അത് നിങ്ങളുടെ എല്ലാവരുടെ ഉള്ളിലും വേണം. ഇനി MSFകാരനായതിൻ്റെ പേരിൽ ആരെങ്കിലുമൊക്കെ ആവോ, എന്തെങ്കിലുമൊക്കെ ആവോ എന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ പറ്റാവുന്ന ഒക്കെ എത്തിപ്പിടിക്കുക എന്നുള്ളതാണ്. ഞാനൊരു കാര്യം പറഞ്ഞെങ്കിലൊക്കെ കേൾക്കുമോ? അവിടുന്ന് സംസാരിക്കുന്ന ആളുകളൊക്കെ കറക്റ്റ് ഒന്ന് സീറ്റിലിരിക്കുമോ? ഹലോ ഗായ്സ്, ഹലോ ഗായ്സ്, കേൾക്കണില്ലടാ. കടാ കുണുവാവേ, നീ കാണുന്നുണ്ടോടാ? അവരെ വിളിക്ക് പ്ലീസ് സിറ്റ് ഡൗൺ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. സുഖാണോ? എന്താ നിങ്ങളെ പേര്? നിങ്ങളെ പേര് പറയും. മുഹമ്മദ് സഫ്വാൻ. മുഹമ്മദ് സഫ്വാന്റെ വീട് എവിടെയാ? കൊട്ടാരക്കത്ത്. എന്തിനാ ഇവിടെ വന്നേ? ഓക്കെ, സഫ്വാൻ കാണാൻ വന്നതാണ്. ഞാൻ ഇവിടുത്തെ മണ്ഡലം കോൺസ്റ്റിറ്റ്യുവൻസിയോട് ചോദിക്കുന്നു, ഈ MSFന്റെ പരിപാടി കാണാൻ വന്ന സഫ്വാൻ ഇവിടുന്ന് എന്താ എന്നിട്ട് കണ്ടേ? എന്താ കണ്ടേ? കണ്ടോ? നിങ്ങളെന്താ കണ്ട പറയും? ഒന്നും കണ്ടില്ലേ? ഫ്രണ്ട്സിനെ കിട്ടിയോ? അത് കിട്ടിയണോ? എങ്ങനെയുണ്ട് പരിപാടിയൊക്കെ? അടിപൊളിയാ. ഇവിടെ വന്ന് സംസാരിച്ചപ്പോൾ ആരതൊക്കെ സെന്റൻസ് ആരൊക്കെ കേട്ടു? കുറെ ആൾ എന്തൊക്കെയോ കഥകൾ പറഞ്ഞത് കേട്ടോ? അതിൽ മോൻ ഓർത്ത ഒരു പേരെന്താ? ഇത്രയും നേരം പ്രസംഗിച്ചിൽ പെട്ടെന്ന് ഓർമ്മ വന്ന എന്താ ഒരു വാക്ക് ഓർക്കാൻ പറഞ്ഞ? ആരെ പേരാ ഓർക്കുന്നത് ഇപ്പൊ ഇത്രയും നേരം പ്രസംഗത്തിനിടയിൽ? ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ആരും ഓർക്കുന്നില്ല. ദാറ്റ്സ് ഇറ്റ്. സാരമില്ല. ഞാൻ വെറുതെ ചോദിച്ചാട്ടോ. നമ്മുടെ എല്ലാവരുടെയും പ്രശ്നം എന്താ അറിയോ? നമ്മളൊന്നും ആരെയും ഓർക്കാറില്ല എന്നുള്ളതാണ്. നമ്മളെല്ലാവരും തിരക്കിലാണ്. ഈ ലോകത്ത് പാർട്ടി വളരുന്നുണ്ട്, പ്രസ്ഥാനം വളരുന്നുണ്ട്, ലീഗ് വളരുന്നുണ്ട്, ബാക്കിയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട്. ഇതൊക്കെ വളരുന്നത് നിങ്ങൾ ആരും അറിയുന്നുണ്ടോ എന്നുള്ളതാണ്. ഇവിടെ പ്രിയപ്പെട്ട മക്കളോട് പറയാനുള്ളത്,
നിങ്ങളൊരു രാഷ്ട്രീയത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കണമെന്ന് പറയുന്നത് എന്തുകൊണ്ടറിയോ? നിങ്ങളെ ഉള്ളിൽ ഏറ്റവും നല്ല മനുഷ്യത്വമുള്ള ഒരു മക്കൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഇന്നലെ ബാലുശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് സഫ്വാൻ്റെ പ്രായമുള്ള കുട്ടികൾ കളിക്കുന്ന ഒരു ക്യാമ്പിൽ പോയി. ഓക്കെ, സഫ്വാൻ്റെ പ്രായമുള്ള കുട്ടികൾ ഇരിക്കുന്ന ഒരു ക്യാമ്പിൽ. സഫ്വാനെ ഞാൻ അനങ്ങുമില്ല കേട്ടോ, സഡൻ ലോക്ക്ഡാണ് സഫ്വാൻ. ഓക്കെ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നലെ ഏറ്റവും ഇമോഷണൽ ആയിട്ടൊരു ക്യാമ്പാണ് ഞാൻ അറ്റൻഡ് ചെയ്തത്. ഞാൻ ആ ക്യാമ്പിനിടയിലെ ഒരു മോനോട് പറഞ്ഞു, മോനെ ഞാൻ ഫോണ് തരാം, ഈ ഫോണിൽ നിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഉമ്മാനെ വിളിച്ചിട്ട് നീ ഐ ലവ് യു ഉമ്മ എന്ന് പറയണം. അജിനാസ് എന്നാണ് ആ കുട്ടിയുടെ പേര്. 13 വയസ്സ് പ്രായം, നിങ്ങൾ അതേ പ്രായം. അജിനാസ് ആദ്യം തന്നെ ഫോണിൽ സ്പീക്കർ എടുത്ത് അജിനാസ് ആദ്യം തന്നെ ഉമ്മാനോട് പറഞ്ഞത്, ഈ വീഡിയോ ഒരു പക്ഷേ എൻ്റെ പേര് PK മനസ്സെന്നാണ്, നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. വിത്തിൻ വീക്സിൻ്റെ ഉള്ളിൽ ആ വീഡിയോ ഒരു പക്ഷേ ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തേക്കാം. ആ വീഡിയോ ആരും എടുത്തിട്ടുണ്ടെന്നല്ലേ പറയുന്നത് കേട്ടു. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന സാധനം നേരിട്ട് വീഡിയോയിലൂടെ കാണാം. ശേഷം അജിനാസ് ഫോൺ എടുത്ത് ആദ്യം പറഞ്ഞത് അസ്സലാമു അലൈക്കും. അപ്പോൾ ഉമ്മ പറഞ്ഞു വാലൈക്കും അസ്സലാം. സഡൻ തന്നെ ഉമ്മാൻ്റെ ചോദ്യം, ഈ നമ്പർ ആരുടേതാണ്? അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഇവിടെ വന്നൊരു ഫാക്കൽറ്റിയുടേതാണ്. അജിനാസ് വളരെ മടിയോടുകൂടി അജിനാസ് ഇങ്ങനെ നിൽക്കുമ്പോഴേ ഇങ്ങനെ ഇവിടെ നിന്നുകൊണ്ട് അജിനാസ് ഇങ്ങനെ എൻ്റെ ഷോൾഡറിൻ്റെ അടുത്ത് നിന്ന് അജിനാസ് പറഞ്ഞു ഐ ലവ് യു ഉമ്മ. അപ്പോൾ ഉമ്മ ഒറ്റയടിക്ക് പറഞ്ഞു ഐ ലവ് യു ടു മച്ച്. ആ ലവ് യു ടു മച്ച് എന്ന് അജിനാസ് പറയുന്ന തൊട്ട് ശേഷം അജിനാസ് ഇങ്ങനെ കുനിഞ്ഞപ്പോൾ ഞാൻ വിചാരിക്കണേ അജിനാസ് എൻ്റെ അടുത്ത് വന്ന് ചിരിക്കുക എന്നാണ് ഞാൻ വിചാരിക്കണേ. ആ മടി ഉണ്ടാവില്ലേ, നമുക്കൊരു നാണം. ഞാൻ നോക്കുമ്പോൾ അജിനാസ് ചിരിക്കുമല്ല, അജിനാസ് പൊട്ടി കരഞ്ഞ് ഇന്നിങ്ങനെ ഹഗ് ചെയ്ത് കെട്ടിപ്പിടിച്ച് കരയാണ്. ഞാൻ പറഞ്ഞു ഈ വീഡിയോ നിങ്ങൾക്ക് വിത്തിൻ വീക്സിൽ ഇൻസ്റ്റയിൽ കാണാം. അജിനാസിൻ്റെ ഉമ്മ അതിനുശേഷം 3 സെൻറ്റൻസാണ് പറയുന്നത്. എൻ്റെ 3 മക്കളിൽ എന്നോട് ഏറ്റവും സ്നേഹമുള്ള മകനാണ് നിങ്ങളുടെ അടുത്ത് നിൽക്കുന്നത്. അവൻ്റെ ഉമ്മ സ്പീക്കറിൽ പറയാം, നിങ്ങളെപ്പോലെ ഒരു ഓഡിയൻസിനെ ഇങ്ങനെ നിന്നുകൊണ്ട്, ഏറ്റവും സ്നേഹമുള്ള എൻ്റെ മക്കളിൽ എന്നെ കേട്ടിരുന്ന മകനാണ് അവൻ. അങ്ങനെ ഒരു അജിനാസിനെ കുറിച്ച് ഞാൻ ഇവിടുന്ന് പറയുമ്പോൾ നിങ്ങളോട് എനിക്ക് ആദ്യം പറയാനുള്ളത്, ഈ ലോകത്തെ ഏറ്റവും പ്രിയപ്പെട്ട നിങ്ങളുടെ അമ്മയെ സ്നേഹിക്കാൻ ഈ കാലഘട്ടത്തിൽ നിങ്ങൾ മറന്നു പോകരുത്. ഞാൻ വരുന്നത് താമരശ്ശേരിയിൽ നിന്നാണ്. അമ്മയെ മകൻ കൊന്ന ഒരു വാർത്ത നിങ്ങൾ എല്ലാവരും പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും അല്ലേ? അതിനുശേഷം മകൻ പറഞ്ഞൊരു സെൻറ്റൻസ് ഉണ്ട്. എന്താ പറഞ്ഞേ? എനിക്ക് ജന്മം തന്നതിൻ്റെ ശിക്ഷ ഞാൻ നടപ്പാക്കി എന്നാണ് പറഞ്ഞത്. അങ്ങനെ പറയുന്നൊരു മക്കളാവരുത് നിങ്ങളാരും. നിങ്ങളെല്ലാവരും സ്റ്റീല്, ഹനാൻ ഷാ, ഈശുവിനെയൊക്കെ കാണലുണ്ടോ? സ്റ്റീലിൻ്റെ ഫാൻസ് ഉണ്ടാവും, ഈശുവിൻ്റെ ഫാൻസ് ഉണ്ടാവും, നിഹാലിക്കയുടെ ഫാൻസ് ഉണ്ടാവും, സൽമാൻ്റെ ഫാൻസ് ഉണ്ടാവും, അസ്റുവിൻ്റെ ഫാൻസ് ഉണ്ടാവും. ഇങ്ങനെ ലോട്ട് ഓഫ് ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് ആർ ദർ. യെസ് ഓർ നോ? അല്ലേ? നിങ്ങൾ ഹനാനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ചിന്തിക്കേണ്ടത്, കഴിഞ്ഞ മാസം 2-3 മാസങ്ങൾക്ക് മുമ്പേ ഹനാൻ്റെ ഉമ്മാക്ക് ബർത്ത്ഡേക്ക് ഗോൾഡ് ഗിഫ്റ്റ് ചെയ്യുന്നൊരു വീഡിയോ ഇൻസ്റ്റയിൽ ഉണ്ടായിരുന്നു. നിങ്ങൾ എടുക്കുന്ന ഒരു ഇൻഫ്ലുവൻസർ നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾ ചെയ്യുന്ന പ്രവൃത്തികൾ കൂടി നിങ്ങളെ ഉള്ളിൽ ഇൻഫ്ലുവൻസ് ചെയ്യണം. കാണുന്ന ഏതോ ഒരു മനുഷ്യനെ റീലിൽ ഇൻസ്റ്റയിൽ പോസ്റ്റ് വെക്കുന്നതിൻ്റെ പേരല്ല ഇൻസ്റ്റഗ്രാം. കൂണുവാവക്ക് സുഖം വെക്കേണ്ടി വരും അല്ലേ? രാവിലെ മുതൽ നിങ്ങളെ സ്റ്റോറി ഏറ്റവും കൂടുതൽ ഇൻസ്റ്റയിൽ കാണുന്ന ആരാ? നിങ്ങൾ തന്നെ. നിങ്ങളെ വാട്സപ്പ് സ്റ്റാറ്റസ് ഏറ്റവും കൂടുതൽ കാണുന്ന ആരാ? നിങ്ങൾ തന്നെ. ഇന്ന് ഇവിടുന്ന് ഏറ്റവും വലിയ വേദിയിൽ ഇവിടെ വന്നു, ഇവിടുത്തെ നേതാക്കന്മാരെ ഫോട്ടോ ആണ് നിങ്ങൾ സ്റ്റാറ്റസ് വെക്കുക. ഈ പറഞ്ഞ ഔട്ടേഴ്സ് നിങ്ങൾ 4-5 ഫോട്ടോ നിങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ടോ? ഇന്നത്തെ സ്റ്റാറ്റസ് അതാ. ഇവിടുത്തെ പ്രധാനപ്പെട്ട ആൾ നമ്മളാണ്. ആണോ അല്ലേ? ആണ്. സോ ഹനാനെ പോലെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നൊരു കമ്മ്യൂണിറ്റിയിൽ നിങ്ങളുടെ അമ്മയെ ഏറ്റവും ഭംഗിയായി സ്നേഹിക്കുന്ന മക്കളാവണം എന്നുള്ളതാണ് നമ്മൾ ഈ MSFൻ്റെയൊക്കെ വലിയ സംവിധാനങ്ങളിലൂടെ ആഗ്രഹിക്കുന്നത്. നിങ്ങളോട് കുറേ ആൾ വന്ന് ഡ്രഗ്സ് അടിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവില്ലേ, ലഹരി ഉപയോഗിക്കരുത് സെക്ഷൻ്റെ ഇടയിലൊക്കെ. എന്നാൽ ഞാൻ നിങ്ങളോട് കുറച്ച് കാര്യം പറയട്ടെ. ബുദ്ധിമുട്ടാവുന്നുണ്ടോ? കുറേ സെക്ഷൻ കേട്ടിൻ്റെ ബോറടിയൊക്കെ ഉണ്ടാവും. സഫാനെ സുഖമല്ലേ? ശ്രദ്ധിക്കണില്ല നിങ്ങൾ? അത് മതി. നമ്മളൊരു മനുഷ്യനെ എങ്ങനെയാണ് വളരെ സ്നേഹത്തോടെ ലോക്കാക്കുക എന്നറിയോ? മൂപ്പർക്ക് എന്നോട് എന്താ പറയാൻ പറ്റുമോ? ഒന്നും പറയാൻ പറ്റില്ല. എന്നാ ഉള്ളിൽ നിന്നെ ഞാൻ എടുത്തോളാം അല്ലേ? ദാറ്റ്സ് ഇറ്റ്. സോ ഞാൻ നിങ്ങളോട് ആദ്യം തന്നെ പറയാൻ പോകുന്നത്, നിങ്ങൾ ഡ്രഗ്സ് ഉപയോഗിക്കരുതെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടല്ലേ? ഇപ്പം അടുത്തേ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കല്യാണാലോചന വന്നപ്പോൾ, ആ കല്യാണം നടക്കുമ്പോൾ അവൻ്റെ വീട്ടുകാർ അവൻ്റെ ആലോചന വന്ന പെൺകുട്ടിയുടെ കല്യാണം വേണ്ടാന്ന് വെച്ചു. അപ്പം ഞാൻ അവനോട് ചോദിച്ചു, എന്തിനാ നീ ആ പെൺകുട്ടിയുടെ കല്യാണം വേണ്ടാന്ന് വെച്ചു? അവൻ പറഞ്ഞു, അനസ് ഒരു പ്രശ്നമുണ്ട്, അവളുടെ ഇളയ അനിയൻ MDMA കേസിൽ അറസ്റ്റിലാണ്. MDMA കേസിൽ അറസ്റ്റിലായ ഒരാളെ അളിയ എന്ന് വിളിക്കേണ്ട ഗതി എനിക്ക് വന്നിട്ടില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ആ പെൺകുട്ടിയെ വേണ്ടാന്ന് വെച്ചു. അനസ്,
നിങ്ങൾ എല്ലാവരും കേട്ട ഷഹബാസ് വധക്കേസിന് വേണ്ടി രാത്രി മുദ്രാവാക്യം താമരശ്ശേരി ടൗണിൽ വിളിച്ചോനെ ഞാൻ. പഞ്ചായത്ത് പ്രസിഡന്റുമായിട്ട് സർവകക്ഷി യോഗത്തിൽ ഏറ്റവും ഫൈറ്റ് ചെയ്ത പാർട്ടി പ്രവർത്തകരിൽ ഒന്നാണ് ഞാൻ. ഷഹബാസ് വധക്കേസ് നടന്നത് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ? നിങ്ങളോട് ഡ്രഗ്സ് ഉപയോഗിക്കരുതെന്ന് പറയുന്നതിൻ്റെ ആദ്യത്തെ കാരണം ഷഹബാസ് വധക്കേസിൽ അജിനാസ് എന്ന് പറയുന്ന കുട്ടിയുടെ ഗ്രാൻഡ് ഫാദർ പള്ളിയുടെ വൈസ് പ്രസിഡന്റ് റിട്ടയർഡ് അധ്യാപകനുമാണ്. 6ാം പ്രതിയായ കുട്ടി എൻ്റെ നാടിനോട് ചേർന്ന സ്ഥലത്താണ്. ഈ നേരം വരെ 6ാം പ്രതിയായ കുട്ടിയുടെ ഉമ്മ പുറത്തിറങ്ങിയിട്ടില്ല. ആ കുട്ടിയെ കൊലപാതകത്തിന് നേതൃത്വം കൊടുത്ത സമയം മുതൽ അവൻ്റെ വാപ്പ അറിയപ്പെടുന്നത് ഷഹബാസിനെ കൊന്നവൻ്റെ വാപ്പയാണ്. കാരാടി സ്കൂളിൽ പഠിക്കുന്ന ഇവരുടെ അനിയന്മാരൊക്കെ പഠിക്കുന്നത് കാരാടി സ്കൂളിലാണ്. ആ കാരാടി സ്കൂളിൽ നാളെ മുതൽ സ്കൂളിൽ പോകുമ്പോൾ ഷഹബാസ് വധക്കേസിന് നേതൃത്വം കൊടുത്തവരുടെ അനിയനാണ്. എല്ലാവരും പറയും ഇവരെ വധശിക്ഷയ്ക്ക് വിധിക്കണമെന്ന്. അതിലും വലിയ ശിക്ഷ അവർക്ക് ഇനി കിട്ടിയിരിക്കും. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഒരു 5-6 വർഷം കഴിഞ്ഞ് ജാമ്യം കിട്ടി നിങ്ങൾ പുറത്തിറങ്ങി, നിങ്ങൾ ആ ചെങ്ങാനെ കാണുമ്പോൾ എന്താ പറയാ? ഷഹബാസിനെ കൊന്നവനത് പോന്ന അല്ലേ? എന്നിട്ട് തീരുവോ? അവസാനം ഈ പാവപ്പെട്ടവന് സർട്ടിഫിക്കറ്റ് ഒന്നും കിട്ടാണ്ട് എങ്ങനെയെങ്കിലും ഒരു കല്യാണം കഴിച്ചു എന്ന് വിചാരിക്കുക. അവസാനം നിങ്ങൾ എന്താ പറയാ? ഷഹബാസിനെ കല്യാണം കൊന്നോൻ്റെ ഓളത പോകുന്നതാണ്. അവസാനം ഈ പാവത്തിനൊരു കുട്ടി ജനിച്ചു എന്ന് വിചാരിക്കുക. ആ കുട്ടിനോട് പറയാം, പണ്ട് ഓനെ കൊന്നോൻ്റെ വാപ്പത പോണ. നിങ്ങൾ മരിച്ച് മണ്ണോട് ചേരുന്നത് വരെ നിങ്ങളുടെ പാപം കൈ കളയാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങളോട് ഞാൻ പറയുന്നു, നിങ്ങൾ കള്ള് കുടിക്കരുത്, സിഗരറ്റ് വലിക്കരുത്, നാടിനെ നശിപ്പിക്കരുത്. നിങ്ങൾ കള്ള് കുടിക്കുമ്പോൾ നിങ്ങളുടെ ഉത്താത്താക്ക് ഹസ്ബൻഡ് വരാതെയാവും. നിങ്ങൾ കള്ള് കുടിച്ച് സിഗരറ്റ് വലിച്ച് നാട്ടിൽ അടിയുണ്ടാക്കുമ്പോൾ നിങ്ങളുടെ രക്ഷിതാവിനെ സംബന്ധിച്ച് പിന്നീട് അങ്ങോട്ട് കൊന്നവൻ്റെ വാപ്പയും കൊലക്കുറ്റം ചെയ്തവൻ്റെ ഉമ്മയുമായിട്ട് മാറും. നിങ്ങളെ നൊന്തുപെറ്റ് പ്രസവിച്ച് വളർത്തിയതിന് ഉമ്മാക്ക് കൊടുക്കേണ്ട ഗിഫ്റ്റ് സ്നേഹമാണ്. സ്നേഹമാണ്. The love is the most beautiful affection. നിങ്ങൾക്ക് കള്ള് കുടിക്കാം അല്ലേ, സിഗരറ്റ് വലിക്കാം. ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ പേര് മുഹമ്മദ് അനസ് പി കെ എന്നാണ്. നിങ്ങൾ ഈ നേരം വരെ കേട്ടത് പി കെ മനസ്സെന്നാണ്. 2019 നവംബർ 12 ഈ ലോകത്തോട് വിട പറഞ്ഞ പി കെ മുഹമ്മദ് എന്ന് പറയുന്ന എൻ്റെ പിതാവിനോടുള്ള ആദര സൂചകമായിട്ട് പേര് മാറ്റിയവനാണ് ഞാൻ. ഐ ആം ദ സൺ ഓഫ് ദി ഗ്രേറ്റ് ലെഗസി പി കെ മുഹമ്മദ്. മൈ നെയിം ഈസ് പി കെ മനസ്. ദാറ്റ്സ് ഇറ്റ്. കാലം കടന്നു പോകുമ്പോൾ നിങ്ങളുടെ വാപ്പാൻ്റെ ലെഗസി ഉയർത്തുന്ന മക്കൾ നിങ്ങളാവണം. ഒരു പെരുന്നാളിന് രാവിലെ അലൻസോളിയുടെ, പീറ്റർ ഇംഗ്ലണ്ടിലോ, ലൂയിസ് ഫിലിപ്പിൻ്റെയോ ഷർട്ട് ഇട്ടിട്ട് വാപ്പ പള്ളിയിലേക്ക് പോകുമ്പോൾ വാപ്പ ക്രോക്സിൻ്റെ 4500 ചെരുപ്പിട്ടിട്ട് ഈദ് മുബാറക് എന്ന് പറഞ്ഞ് 5000 രൂപ ഉമ്മാൻ്റെ കയ്യിലും ഉപ്പാൻ്റെ കയ്യിലും ചുരുട്ടിക്കൊടുക്കുന്ന ഒരു കാലത്തെ നിങ്ങൾ സ്വപ്നം കാണണം. നിങ്ങൾ സ്വപ്നം കാണണം. നിങ്ങളെ സ്വന്തം കാറിൽ നിങ്ങളുടെ ഉമ്മാനെയും ഉപ്പാനെയും സഹോദരങ്ങളെയും കോഴിക്കോട് ബീച്ചിൽ കൊണ്ടുവന്ന് പാരഗണിന് ഭക്ഷണം കഴിച്ചിട്ട് വാപ്പ ബില്ല് കൊടുക്കാൻ നേരത്ത് ഉപ്പ ബില്ല് കൊടുക്കണ്ട, ഞാൻ കൊടുത്തോളാം എന്ന് പറയുമ്പോൾ അയാൾ നിങ്ങളുടെ കണ്ണിൽ നിറഞ്ഞ കണ്ണുകളോട് നോക്കിയിട്ട് പറയും, ഈ ഇൻ്റെ മോനാണടാ എന്ന് അയാൾ അഭിമാനിക്കുന്ന നിമിഷത്തിൽ the drugs cannot be create this addiction. ഒരു മയക്കുമരുന്നിനും തരാൻ പറ്റാത്ത വിധം നിങ്ങളെ സ്നേഹം കൊണ്ട് പൊതിയുന്ന നിങ്ങളെ രക്ഷിതാവിനെ നിങ്ങൾ അറിയണം. എന്തുകൊണ്ടാണ് ഇത്രയും നേരം ഞാൻ രാഷ്ട്രീയം പറയാത്തതെന്നറിയോ? രാഷ്ട്രീയം പറയാൻ 1000 പേരുണ്ട്. നിങ്ങൾ ഉമ്മാനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആരാണ് നിങ്ങളുടെ ഉമ്മ? നിങ്ങൾ എങ്ങനെ നിങ്ങൾ ഉമ്മാനെ കുറിച്ച് മനസ്സിലാക്കിയേ? ഞാൻ ചോദിക്കട്ടെ, അരമണിക്കൂർ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ശരിയാണ്ട് കിടക്കാൻ പറ്റുമോ? ഇല്ല. മൂപ്പർക്ക് അരമണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടും ശരിയാണ്ട് കിടക്കാൻ പറ്റൂലല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, 4 മാസം ഒരു പെണ്ണ് ഛർദിച്ച് വലത്തോട്ട് തിരിയാതെ ഇടത്തോട്ട് തിരിയാതെ കൃത്യമായി ഭക്ഷണം കഴിക്കാതെ ഗ്ലൂക്കോസ് കയറ്റി എന്തിനധികം പറയുന്നു, ബാത്റൂമിൽ പോകാൻ കാലൊന്നും മടങ്ങാതെ ഇതെല്ലാം കഴിഞ്ഞ് അവളുടെ വയറ്റിൽ ഒരു കുഞ്ഞിനെയും പേറി 9 മാസവും 10 ദിവസവും ഹോസ്പിറ്റലിൽ എല്ലാ വേദനയും സഹിച്ച്, അഥവാ അതൊരു സർജറി ആണെങ്കിൽ അവൾക്ക് വേണ്ടിയല്ലാതെ വയറിൻ്റെ മുകളിൽ ഒരു മാർക്ക് വാങ്ങി വെച്ച് വേദന സഹിച്ച പെണ്ണിൻ്റെ പേരാണ് ഉമ്മ. യു നോ അബൌട്ട് ദാറ്റ്? ഇന്ന് വൈകുന്നേരം 5:30 ഞാൻ ഇവിടെ വരുമ്പോൾ ഉമ്മ വിളിച്ചിട്ട് ചോദിച്ചു, മോൻ എവിടെ? നിങ്ങൾ ബാലുശ്ശേരി എത്തിയോ? ഞാൻ ഇന്ന് രാത്രി 10 മണിക്ക് തിരിച്ചു പോയാലും എൻ്റെ തീന്മേശയുടെ അപ്പുറത്ത് ഭക്ഷണം കഴിക്കുമ്പോൾ ഉമ്മ ചോദിക്കും, ഇന്നത്തെ പരിപാടി എങ്ങനെയുണ്ടായിരുന്നു? കുട്ടികളൊക്കെ എന്ത് പറഞ്ഞു? ദ ഗ്രേറ്റസ്റ്റ് ലവർ, ദ ഗ്രേറ്റസ്റ്റ് ലിസണർ. അങ്ങനെ ഒരു ലിസണറായ ഏറ്റവും നിങ്ങൾക്ക് ഇപ്പം വിചാരിക്കുമ്പോഴേ പിന്നെ കുറേ ആൾ പ്രണയിക്കാനൊക്കെ പോവും അല്ലേ? കുറേ ആൾ പ്രണയിക്കും, കുറേ ആൾക്ക് കുണുവാവയെ ഇഷ്ടമാണ്.
അവൻ എന്നെ മനസ്സിലാക്കിയതുപോലെ ലോകത്താരും എന്നെ മനസ്സിലാക്കിയിട്ടില്ല സർ. ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഫിലോസഫിക്കൽ സെന്റൻസ് ഇൻ ദിസ് വേൾഡ്. നിങ്ങൾ പറയുന്ന ഏറ്റവും ഭംഗിയുള്ള സെന്റൻസാ. അവൻ ഇന്നെ അറിയണ പോലെ ലോകത്ത് ആർക്കും അറിയില്ല. അവൾക്ക് ഇന്നെ മനസ്സിലാക്കിയതുപോലെ. നിങ്ങളൊരു കാര്യം കേട്ടണോ? ഈ ലോകത്ത് നിങ്ങൾ ഏറ്റവും നന്നായി മനസ്സിലാക്കിയ ആരാളാണോ? ആരാ? നിങ്ങൾ തന്നെ. ഇവിടെ ഇരിക്കും ഇന്നെക്കുറിച്ച് നിങ്ങൾ എന്താ ചിന്തിക്കുന്നത് നിങ്ങൾക്കല്ലേ അറിയുള്ളൂ. നിങ്ങളെക്കുറിച്ച് ഞാൻ പലതും ഇവിടുന്ന് ചിന്തിക്കുന്നുണ്ട്. ഇത് ഞാൻ നിങ്ങളോട് പറയോ? ഇതിൻ്റെ ഏറ്റവും വൃത്തികെട്ട സ്വഭാവത്തെ ഒരു മനുഷ്യനായിലെ ഒരു പെൺകുട്ടി ഒരു ആണിൻ്റെ കണ്ണിൽ എത്ര നേരം നിൽക്കുക? മറ്റൊരു പെൺകുട്ടി പോകുന്നവരെ അത്ര നേരം നിൽക്കുള്ളൂ. ലോകത്തെ ഏറ്റവും വലിയ അഖില സാഗരമാണോ പ്രണയം എന്നാണ് നിങ്ങൾ വിശ്വസിക്കണേ? അല്ല. നിങ്ങൾ പറയണില്ല, ആൺകുട്ടികളൊക്കെ പറയില്ലേ, ഹീസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. എപ്പോഴും ഒരു ആൺകുട്ടിക്ക് ഏറ്റവും നല്ല സുഹൃത്ത് ഒരു ആൺകുട്ടി ആവാന്ന് അറിയാം നിങ്ങൾക്ക്? എപ്പോഴാവാ? നമ്മൾ സുഹൃത്തിനെ തിരഞ്ഞെടുക്കുന്ന ഒറ്റ സെന്റൻസേ ഉള്ളൂ. ഇതാ നോക്കിക്കോ, യു ആർ മൈ ബെസ്റ്റ് ഫ്രണ്ട്. ഇനി അത് പുറത്തു പറഞ്ഞാൽ ഞാനും പറയും ദിസ് ഈസ് വി കോൾഡ് എസ് ബെസ്റ്റ് ഫ്രണ്ട്. ഇനി അത് പുറത്തു പറഞ്ഞാൽ ഞാനും പറയും. ഈ പ്രണയിച്ച ആളുകളൊന്നുണ്ട്, കല്യാണം കഴിഞ്ഞ വാപ്പ ഈ കപ്പിൾസൊക്കെ പോയിരിക്കും. അപ്പോൾ കൂട്ടുകാർ കൂടി ഇരിക്കുമ്പോഴേ പെൺകുട്ടി ചിലപ്പോൾ കുറച്ചുകൂടി റൊമാൻറ്റിക് ആയിട്ട് പറയും, ഇൻ്റെ ഇക്കാക്കാനെ എനിക്കറിയണ പോലെ ആർക്കും അറിയില്ല എന്ന് പറയും. അപ്പോൾ ഇപ്പുറത്തിരിക്കുന്ന കൂട്ടുകാരൻ അവൻ്റെ കണ്ണിലേക്ക് ഒരു നോട്ടം നോക്കും. അപ്പം പറയും, അത് ഞാൻ പറഞ്ഞിട്ടില്ല. ദാറ്റ്സ് ഇറ്റ്. ആ കുട്ടിയുടെ ഐ കോണ്ടാക്റ്റിലുണ്ടാവും. അപ്പോൾ പറയും, ഓക്കെ ഞാൻ പറയുന്നില്ല. നമ്മൾ ആരെ പുറത്ത് പറയോ? നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ആദ്യം ഏറ്റവും സൂപ്പർ ആക്കേണ്ട ആര്? നിങ്ങളെ പഠിക്കണം, ജോലി വാങ്ങണം. ലോകത്തൊരാൾക്കും നിങ്ങളുടെ എല്ലാ സന്തോഷങ്ങളും പൂർത്തിയാക്കാൻ പറ്റൂല. നിങ്ങൾക്ക് മണാലിയിലേക്ക് ട്രിപ്പ് പോകാൻ ബാലുശ്ശേരി ടൗണിൽ ബക്കറ്റ് പിടിച്ചെടുക്കാൻ പറ്റുമോ? കനിവുള്ളവരെ സഹായിക്കുക. മണാലിയിലേക്ക് 100 രൂപ ഒരു യാത്രയ്ക്ക് വേണ്ടി ഒരു പിരിവെടുത്തു. നിങ്ങൾ കിഡ്നി പോയാൽ പിരിവെടുത്താം, മണാലിക്ക് ട്രിപ്പ് പോകാൻ പിരിവെടുത്താൻ പറ്റുമോ? എനിക്കൊരു ബുള്ളറ്റ് വാങ്ങണം സാർ. ഇതൊക്കെ സ്വപ്നാക്കി വെക്കലാണോ? നിങ്ങൾ ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്തെടുക്കണം? പണിയെടുക്കണം. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് പിറകെ പോവേണ്ട നിങ്ങളാ. ഞാനിവിടെ കിടന്ന് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യില്ല. നിങ്ങളുടെ ഫാദർ, വെരി സിമ്പിൾ സെന്റൻസ്, നിങ്ങളുടെ ഫാദർ മെഡിക്കൽ കോളേജിന്റെ വരാന്തയിൽ കിടന്ന് മരിക്കണോ, നിങ്ങളുടെ ഫാദർ ഏറ്റവും നല്ല പ്രൈവറ്റ് ഹോസ്പിറ്റലിന്റെ AC റൂമിൽ കിടന്ന് മരിക്കണോ തീരുമാനിക്കുന്നത് നിങ്ങളാണ്. ദാറ്റ്സ് ഇറ്റ്. അവസാന രോഗം വരുമ്പോൾ ഏറ്റവും നല്ല ചികിത്സ കൊടുക്കണമെങ്കിൽ നിങ്ങൾ തീരുമാനിക്കണം. ഞാൻ തീരുമാനിച്ചുകൊണ്ട് കാര്യമുണ്ടോ? അവനവൻ്റെ ലൈഫ് ഞാൻ ഇവിടുന്ന് മോട്ടിവേറ്റ് ചെയ്താൽ ആരെങ്കിലും മോട്ടിവേറ്റ് ആവോ? അങ്ങനെയാണെങ്കിൽ 1400 വർഷങ്ങൾക്ക് ശേഷം ഏറ്റവും പ്രിയപ്പെട്ട റസൂലിൻ്റെ അനുയായികൾ നിങ്ങൾ ഒരു തെറ്റിലേക്കും പോകാൻ പാടില്ലായിരുന്നു. റസൂലിനോളം ഞാൻ ജീവിച്ചിട്ട് കൂടിയില്ല. എന്നിട്ടും നിങ്ങൾ റസൂലിൻ്റെ പിറകിൽ നടക്കുകയും നിങ്ങൾക്ക് കാലിടറി പോവുകയും ചെയ്യുന്നില്ലേ? ഉണ്ടോ? ഇല്ലേ? ഉണ്ട്. പക്ഷേ നമ്മുടെ ഉള്ളിലൊരു ഹ്യൂമാനിറ്റി ഉണ്ടാവണ്ടേ? നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് പിറകെ പോവണം. എങ്ങനെ? ഹറാമായ മാർഗത്തിലല്ല, ഹലാലായ മാർഗത്തിൽ. ഹറാമായ മാർഗത്തിൻ്റെ പ്രശ്നം എന്താ അറിയോ? പൈസ വരുന്നത് കാണാൻ നല്ല രസമാണ്. ഞാൻ കൊടുവള്ളിയിലാണ്, ബാക്കി ഞാൻ പറയണ്ടല്ലോ. ഞാൻ കൊടുവള്ളിയിലാണ്, എൻ്റെ നാട് കൊടുവള്ളിയാണ്. ഹറാമിൻ്റെ ഹലാലിൻ്റെയും വില പറയണ്ടേ? നിങ്ങൾ കുറച്ചുകൂടി അറത്തറിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ വരണം. ഞാൻ കാണിച്ചു തരാം രാത്രി കോടീശ്വരനാവുന്നത് എങ്ങനെ രാവിലെ പാവപ്പെട്ടവനാവാന്നുള്ളത്. ഇറ്റ്സ് വെരി സിമ്പിൾ. അതറിയണേ നിങ്ങൾ എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ വരണം. നിങ്ങൾ ഉണ്ടാക്കുന്ന പണം ഹലാലായ മാർഗത്തിലായിരിക്കണം, അധ്വാനിച്ചിട്ടായിരിക്കണം. ഇവിടെ ഇരിക്കുന്ന എല്ലാ ആൺകുട്ടികളോടും, ഞാനൊരു ടീച്ചറാണ്, 8 വർഷമായി. ഞാൻ ഈ കഴിഞ്ഞ കാലങ്ങളിൽ കേട്ട ഏറ്റവും സങ്കടമുള്ള വാർത്ത, ചെറിയ മക്കൾ ഇരിക്കുന്നുണ്ടെങ്കിലും ഏറ്റവും സങ്കടമായ വാർത്ത, സ്വന്തം കസിൻ സിസ്റ്റേഴ്സിനെ കസിൻ ബ്രദേഴ്സ് സെക്ഷലി അസാൾട്ട് ചെയ്യുന്നു. സ്വന്തം പെങ്ങളെ, സ്വന്തം ഫാദറിൻ്റെ ഏട്ടൻ്റെ മോളെ നിങ്ങൾ ശാരീരികമായിട്ട് പീഡിപ്പിക്കുക. സ്വന്തം അനിയത്തിയെ, ഇന്ന് രാവിലെ വന്ന വാർത്ത നിങ്ങൾ എത്ര പേര് വായിച്ചോറില്ല, ഫറൂഖിൽ 15 വയസ്സുകാരിയെ സുഹൃത്തുക്കൾ കയർന്ന് പീഡിപ്പിച്ചു. 11 വയസ്സുകാരൻ ക്യാമറയിൽ അത് പകർത്തി. 11 years old. ഞാനൊക്കെ പണ്ടൊക്കെ ചോദിക്കേനി, ഇതിപ്പോൾ എങ്ങനെ മക്കളോട് പറയാം ഈ വിഷയം? പണ്ട് ഞാനേടോ മൈക്കൊക്കെ എടുത്താണല്ലോ, പള്ളി കമ്മിറ്റിയുള്ള ആചാര്യന്മാരൊക്കെ എന്നെ നോക്കും, എന്താ ഈ കുട്ടി പറയണേ? അപ്പം തന്നെ ഞാൻ പറഞ്ഞു, നിങ്ങളെക്കാൾ അനുഭവജ്ഞാനികളാണിവർ. ഇവരൊന്നും അല്ലാതെ ഞാൻ പറയണേ. പ്രായായലിൻ്റെ വേക്കിലിരിക്കുന്നുണ്ടോ, ഇവർക്കൊന്നും അറിയില്ല നിങ്ങളുടെ അടുത്ത്. അതുകൊണ്ട് എൻ്റെ മക്കളോട് പറയുന്നു, പാനിക് ഡിപ്രഷൻ ഈ നാട്ടിൽ വരുന്നുണ്ട്. ഒരു കാരണവശാലും ഒരു പെണ്ണിൻ്റെ ശരീരത്തിലും നിങ്ങളുടെ ഒരാളുടെയും കൈ വീണ് പോവരുത്. അബ്യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് കൈ മുതിരുമ്പോൾ തിരിച്ച് പെൺകുട്ടികളോടും
എത്ര വലിയ പ്രണയമാണെങ്കിലും ശരീരം വെച്ചു കൊടുത്തുള്ള ഒരു പ്രണയത്തിന്റെ പിറകിൽ നിങ്ങൾ പിന്നീട് നിങ്ങൾ കരയേണ്ടി വരും. ഈ ചെറിയ സ്റ്റേജിൽ ഇത് ഞാൻ ഇന്ന് ഇവിടെ പറഞ്ഞില്ലെങ്കിൽ ഞാനെന്ന അധ്യാപകൻ ഇതല്ലാതെ പോകും. കഴിഞ്ഞ ദിവസം ഒരു കോളേജിൽ നിന്ന് വിളിച്ച കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്ത് ഞാൻ 13 പെൺകുട്ടികളെ പീഡിപ്പിച്ച കേസാണ് ഞാൻ കേട്ടത്. പല ആളുകൾ, കസിൻ ബ്രദേഴ്സ്, പെൺകുട്ടിക്ക് ബസ്സിൽ കയറാൻ പേടിയാണുവല്ലോ. പെൺകുട്ടിക്ക് ബസ്സിൽ കയറാൻ, ഒരു പെൺകുട്ടിക്ക് 4 പെൺകുട്ടി കൂടെ ഉണ്ടെങ്കിലേ ബസ്സിൽ കയറുള്ളൂവല്ലോ. ആ കുട്ടിക്ക് ചെറുപ്പത്തിലുണ്ടായ എക്സ്പീരിയൻസ് ആണ്, പേടിയാണ്. ആരാ പേടിപ്പിക്കണേ? ഈ ആൺകുട്ടികളായ ഞാനും നിങ്ങളടങ്ങുന്ന വർഗ്ഗമല്ലേ? നമ്മളെ പെങ്ങളല്ലേ? ആണോ അല്ലേ? നിങ്ങളോട് എൻ്റെ ചോദ്യം, നമ്മളെ പെങ്ങളല്ലേ? നിങ്ങളുടെ ഫാദറിന്റെ ഏട്ടന്റെ മകൾ നിങ്ങൾക്ക് ആരാന്നറിയോ? അഥവാ ഫാദറിന്റെ ഏട്ടൻ മരിച്ചു പോയാൽ നിക്കാഹിന് കൈ കൊടുക്കേണ്ടത് നിങ്ങളാണെന്നുള്ള ബോധം നിങ്ങൾക്ക് വേണം. നെവർ എവർ ഒരു പെൺകുട്ടിയെ പ്രണയിക്കുമ്പോൾ നിങ്ങൾക്ക് അവരുടെ സെക്സ് ആണ് ചോദിക്കുന്നതെങ്കിൽ, സെക്ഷുവാലിറ്റിയാണ് ചോദിക്കുന്നതെങ്കിൽ, നിങ്ങൾ ആ പെണ്ണിനെ പ്രണയിച്ചിട്ടില്ല. നിങ്ങളോട് 100% പറയുന്നു, ഇതിൻ്റെ ഡിപ്രഷൻ കേസുകൾ രാത്രി ഉറങ്ങാത്തവർ 4-ൽ 1 കുട്ടി ഡിപ്രഷൻ്റെ ഗുളിക കുടിക്കുന്നുണ്ട്. ഇത്ര കടിശിതമായി പറഞ്ഞ് എനിക്ക് കുറച്ച് സമയമേ ഉള്ളൂ, അതിൻ്റെ ഇടയിൽ പറഞ്ഞു പോണ എല്ലാം നിങ്ങളോട് കൃത്യമായി പറയുന്നു. ഒരിക്കലും പ്രണയത്തിൻ്റെ ചതിക്കുഴികളിൽ നിങ്ങൾ പോയി വീഴരുത്. പ്രണയത്തെ ഞാൻ ഒരിക്കലും തെറ്റു പറയണില്ല, അത് അഖില സുന്ദരവും. ഞാൻ പറയുന്നല്ലോ, അലിയിൻ്റെ ഫാത്തിമയോടുള്ള അതിയായ പ്രണയത്തെ കേട്ട അനുഭാവികളാണ് നമ്മൾ. അത് വേണ്ടെന്ന് ഞാൻ പറയണില്ല. പക്ഷേ നിങ്ങൾ ആരും പ്രണയത്തിൻ്റെ ചതിക്കുഴികളിൽ, ഈ ലോകത്ത് തുറന്നു വെച്ചിരിക്കുന്ന വാതിലുകളിൽ നിങ്ങൾക്കെതിരെ നീങ്ങുന്ന ഒരു ജനത ഇവിടെ വളരെ മോശപ്പെട്ട അന്തരീക്ഷം ഉണ്ടാക്കുന്നുണ്ട്. ഒരു പെൺകുട്ടിയുടെ ശരീരത്തിലും നമ്മളുടെ ഒരാളുടെ കൈകളും വീയാൻ പാടില്ല. നിങ്ങൾ ഏറ്റവും നന്നായി പ്രണയിക്കുന്ന ആളെ ഒരിക്കലും നിങ്ങൾ സെക്ഷലി അബ്യൂസ് ചെയ്യരുത്. ഇനി ഒരു കാര്യം, നിങ്ങൾ ഡ്രഗ്സ് അടിച്ച് നാളെ മരിച്ചുപോയി എന്ന് വിചാരിക്കുക. സിമ്പിൾ എക്സാമ്പിൾ പറയാലേ. ദാറ്റ്സ് ഇറ്റ്. മക്കൾക്ക് ബുദ്ധിമുട്ടാവില്ലല്ലോ? ഞാൻ കേട്ടോ, ഒറ്റ മിനിറ്റ്. മക്കൾ എപ്പോഴും ചിന്തിക്കേണ്ടത് എന്താ അറിയോ? നമ്മളൊരു MDMA ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കള്ള് കുടിക്കുമ്പോൾ നിങ്ങൾ ഉള്ളിൽ എപ്പോഴും ഇത് സ്പിരിറ്റാക്കി വെച്ചോ. ഞാൻ ചെയ്യുന്ന ഒരു മെത്തേഡ് നിങ്ങൾക്ക് പറഞ്ഞിരുന്നു കേട്ടോ. നമ്മളൊരു കള്ള് കുടിച്ചോ സിഗരറ്റ് വലിച്ചോ മോശമായ അന്തരീക്ഷത്തിൽ മരിച്ചു എന്ന് വിചാരിക്കുക. നിങ്ങളിപ്പോൾ അടുത്ത് കേട്ടില്ല, MDMA വയറ്റിലൂടെ MDMA ഇറക്കിയ ഒരു കുട്ടി പോലീസ് പിടിക്കുന്നതിന് വേണ്ടി ഒരു വാർത്ത വായിച്ചു. നിങ്ങൾ ഇറക്കി പിന്നീട് മരണപ്പെട്ടു എന്ന്. നിങ്ങൾ അതിൻ്റെ കമൻറ്റ് ബോക്സ് ഒന്ന് പോയി വായിക്കണം. ഏതെങ്കിലും ഒരു ടൗണിൽ നിന്ന് ഒരു ആൺകുട്ടിയുടെ കൂടെയോ ഒരു പെൺകുട്ടിയുടെ കറങ്ങാൻ പോയൊരു ടൗണിൽ നിന്ന് നിങ്ങൾ മരിച്ചതിന് ശേഷം മരണപ്പെട്ടാൽ നിങ്ങളുടെ മയ്യത്ത് പള്ളിയിലെ വരാന്തയിൽ കൊണ്ടുവയ്ക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി മയ്യത്ത് നിസ്കാരത്തിന് കൈകെട്ടുന്ന മനുഷ്യൻ നിങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങൾ സിഗരറ്റ് വലിച്ചതിൻ്റെ പേരിൽ ഡ്രഗ്സ് അടിച്ച് റോഡിൽ ആക്സിഡന്റിൽ മരിക്കുമ്പോൾ മയ്യത്തിന് കൈകെട്ടും എൻ്റെ മനസ്സിൽ എന്താണ്ടാവാ? അല്ലാഹു അക്ബർ. യെസ് ഓർ നോ? അല്ലേ? ഒരു പെൺകുട്ടിയെ മോശപ്പെട്ടൊരു സ്ഥലത്തുനിന്ന് പിടിക്കപ്പെട്ടു, അങ്ങനെ അവിടുന്ന് ഒരു ആൺകുട്ടിയുടെ കുത്തേറ്റ് മരിച്ച പെൺകുട്ടിയാന്ന് വിചാരിച്ചോ? നിങ്ങൾ എന്താ ഇപ്പം മനസ്സിലുണ്ടാവുക? അതിന് പോയിട്ടല്ലേ? ഒരു ദയയുടെ പ്രാർത്ഥന കൂടി നിങ്ങളെ മയ്യത്തിന് കിട്ടാതെ പോകുന്നുള്ളൊരു ഓർമ്മ നിങ്ങൾക്ക് വേണം. ദയയുടെ പ്രാർത്ഥന കൂടി, അവസാനമായി ഏത് തെറ്റ് ചെയ്തവനും കിട്ടുന്ന ദയയുടെ പ്രാർത്ഥന കൂടി കിട്ടാതെ പോകുന്നുള്ള ബോധം നിങ്ങൾക്ക് വേണം. സോ ഇനി ഞാൻ ഇത്രയും നേരം കുറച്ച് നിങ്ങളോട് സംസാരിച്ചു. ഇനി നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് നജീബ് ഖാനെ എൻ്റെ കാന്തപുരം നാട്ടുകാരനാണ്. ഞാൻ മുജീബ് ഖാൻ്റെ അനിയനാണ്. നിങ്ങൾക്ക് അറിയാം, ആനപ്പാറ മുജീബ് ഖാൻ്റെ. ഓക്കെ. ദെൻ റിസുവിനെ പിന്നെ നന്നായിട്ട് പരിചയമുണ്ട്. നജീബ് ഖാൻ്റെ മോനെ ഫറൂഖ് കോളേജിൻ്റെ ഫൈൻ ആർട്സ് സെക്രട്ടറി ആയിരുന്നു റിസു. നല്ല ബന്ധം സൂക്ഷിക്കുന്ന ആളാണ്. സോ നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും നല്ല വിഷനുള്ള, ഞാൻ എൻ്റെ നാട്ടുകാരനപ്പുറം നജീബ് ഖാൻ ഇരിക്കെ എനിക്ക് പറയാനുള്ള ഏറ്റവും സന്തോഷമുള്ള വാക്ക്, ഒരു മനുഷ്യന് ദീർഘവീക്ഷണം ഉണ്ടെങ്കിൽ എങ്ങനെ വളരാൻ പൊളിറ്റിക്സിൽ നിന്ന് ഞാൻ എപ്പോഴും നോക്കിക്കണ്ട ഒരാളാണ്. 5 വർഷം വാർഡ് മെമ്പർ ആവുന്നു, പിന്നീട് ഞങ്ങളുടെ കട്ടിപ്പാറ ജില്ലാ പഞ്ചായത്തിലേക്ക് വരുന്നു, പിന്നെ പെരിന്തൽമണ്ണയിലേക്ക് MLA ആയിട്ട് വരുന്നു.
സ്വപ്നങ്ങൾക്കിടയിൽ എവിടെയോ പണ്ടെന്നോ ചിറകിൽ കോരിയിരുന്ന് വെച്ചതുകൊണ്ടായിരിക്കും ഒരു സിവിൽ സർവീസ് എന്ന് പറയുന്ന ഹൈദരലി ശിഹാബ് തങ്ങളുടെ പേരിൽ വലിയൊരു സ്വപ്നം നമ്മുടെ നാടിന് സമ്മാനിച്ച വിഷനുള്ള ഒരു MLA-ക്ക് വേണ്ടി നിങ്ങൾ ശരിക്കും ഹൃദയത്തോടു കൂടി ഒന്ന് കൈയടിച്ചേ. എനിവേ, ഞാൻ ഇവിടുന്ന് വിട വാങ്ങുവാണ്. നജീബ് കാക്ക് ഞാൻ മൈക്ക് ഹാൻഡ് ഓവർ ചെയ്യാണ്. താങ്ക് യു വെരി മച്ച് ദിയേഴ്സ്, താങ്ക് യു വെരി മച്ച്.